നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ബംഗ്ലാദേശിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് T20 വേൾഡ് കപ്പിനുള്ള ഒരുക്കം ഗംഭീരമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ. 60 റൺസിന്റെ തകർപ്പൻ ജയമാണ് സന്നാഹ മത്സരത്തിൽ നേടിയത്. ന്യൂയോർക്കിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 182 റൺസാണ് അടിച്ചതെങ്കിൽ മറുപടി ബാറ്റിങ്ങിൽ 20 ഓവറുകളിൽ 122 റൺസിലേക്ക് എത്താനേ ബംഗ്ലാദേശിന് കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്ക് വേണ്ടി മിന്നും പ്രകടനം നടത്തിയത് ഋഷഭ് പന്താണ്. 32 പന്തുകൾ നേരിട്ട താരം 4 ഫോറും 4 സിക്സറും അടക്കം 53 റൺസാണ് അടിച്ചു കൂട്ടിയത്. അർദ്ധ സെഞ്ചുറി നേടിയതിനു പിന്നാലെ അദ്ദേഹം റിട്ടയർ ചെയ്ത് പുറത്തേക്ക് പോയി. അതുപോലെ തന്നെ പൊളിച്ചടുക്കി ഹാർദിക് പാണ്ഡ്യ. 23 പന്തുകൾ നേരിട്ട താരം 2 ഫോറുകളും 4 സിക്സറുകളും അടക്കം 40 റൺസ് എടുത്ത് പുറത്താകുന്നു. സൂര്യകുമാർ യാദവ് 18 പന്തിൽ നിന്ന് 31 റൺസ് എടുത്തപ്പോൾ നായകൻ രോഹിത് ശർമ്മ 19 പന്തിൽ നിന്ന് 23 റൺസാണ് എടുത്തത്. രോഹിത്തിനൊപ്പം ഓപ്പൺ ചെയ്ത സഞ്ജു സാംസൺ നിരാശപ്പെടുത്തി. അദ്ദേഹം 6 പന്തുകൾ നേരിട്ട് 1 റൺസുമായിട്ട് ഷൊറിഫുൽ ഇസ്ലാമിന്റെ പന്തില് LBWയിൽ കുരുങ്ങി മടങ്ങുകയായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ബംഗ്ലാദേശിന് ഒരു തരത്തിലും മികവ് കാണിക്കാൻ പറ്റിയില്ല. തുടക്കം മുതലേ അവർക്ക് കാര്യങ്ങൾ പിഴച്ചുകൊണ്ടിരുന്നു. സർക്കാരിനെ ഡെക്കായിട്ട് ഹർഷ്ദീപ് സിംഗ് മടക്കുന്ന കാഴ്ച. പിന്നെ ദാസ് ആവട്ടെ 6 റൺസുമായിട്ട് ഹർഷ്ദീപ് സിംഗിന്റെ മുന്നിൽ തന്നെ വീഴുകയായിരുന്നു. അതേസമയം ഓപ്പൺ ചെയ്ത തൻജിദ് ഹസനും വലിയ മികവൊന്നും കാണിക്കാൻ പറ്റിയില്ല. 18 പന്തുകൾ നേരിട്ട താരം വെറും 17 റൺസാണ് എടുത്ത്. ഹാർദിക് പാണ്ഡ്യയാണ് അദ്ദേഹത്തെ മടക്കിയത്. ഷാൻഡോയെ ഡക്കാക്കി മുഹമ്മദ് സിറാജ് മടക്കി വിട്ടിരുന്നു. ഹൃദോയി 13 റൺസ്. ഷാക്കിബ് അൽ ഹസന് 34 പന്തുകൾ നേരിട്ട് 28 റൺസാണ് ആകെ അടിച്ചത്. ഒന്ന് പൊരുതി നോക്കിയെന്ന് പറയാനുള്ളത് മുഹമ്മദുള്ള മാത്രമാണ്. അദ്ദേഹം 28 പന്തിൽ നിന്ന് 40 റൺസ് എടുത്ത് റിട്ടയർ ചെയ്യുകയായിരുന്നു. എന്തായാലും ഒടുവിൽ അവരുടെ ഇന്നിങ്സ് 122 റൺസിൽ അവസാനിച്ചു. ഇന്ത്യക്ക് വേണ്ടി ഹർഷ്ദീപ് സിംഗ് 3 ഓവറിൽ 12 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ദ്യൂബെ 3 ഓവറിൽ 13 റൺസിന് 2 വിക്കറ്റുകൾ. അവസാനം അദ്ദേഹം വിക്കറ്റുകൾ തുടരെ നേടുകയായിരുന്നു. ഒരു ഹാട്രിക് ബോളൊക്കെ അദ്ദേഹം എറിഞ്ഞു. ഏതായാലും ജസ്പ്രീത് ബൂംറ 2 ഓവറിൽ 12 റൺസിന് 1 വിക്കറ്റ്. സിറാജ് 3 ഓവറിൽ 17 1 വിക്കറ്റ്. പാണ്ഡ്യക്കും ലഭിച്ചു 1 വിക്കറ്റ്. അക്സർ പട്ടേൽ 2 ഓവറിൽ 10 റൺസിന് 1 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ ഇന്ത്യയുടെ താരങ്ങളൊക്കെ നല്ല രൂപത്തിൽ ഈ ഒരു പ്രാക്ടീസ് മത്സരം കളിച്ചിരിക്കുന്നു. മികച്ച ഒരു ഒരുക്കം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇനി നമ്മുടെ കാത്തിരിപ്പ് ടീം ഇന്ത്യയുടെ വേൾഡ് കപ്പിൽ അരങ്ങേറ്റ മത്സരത്തിനാണ്. അത് ജൂൺ 5-നാണ് നടക്കുന്നത്. എതിരാളികൾ അയർലൻഡാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.